ഹലോ അസ്സലാമു അലൈക്കും. ഇന്നിതാ വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് മാറിയിരിക്കുന്നവരുണ്ടാവല്ലോ, അവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കളർ പേപ്പറുമാണ് എടുത്തിട്ടുള്ളത്. കളർ പേപ്പർ എന്ന് വെച്ചാൽ ഒരുപാട് കളറൊന്നും വേണ്ട കേട്ടോ. ഒറ്റൊരു കളർ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ കളർ ചൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളറിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 7 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുള്ള കുറച്ച് പീസുകൾ വേണം കേട്ടോ. അപ്പം ഞാനിതാ കട്ട് ചെയ്ത ഒരു പീസിനെ ഇതേപോലെ ഒന്ന് ക്രോസ് ആക്കി മടക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും ക്രോസ് ആക്കി മടക്കി പിന്നെ ഒന്നും കൂടി മടക്കി കൊടുക്കണ്ടേ. ഇനിതാ ഇതേപോലെ ഒന്നും കൂടി മടക്കുക, പിന്നെ ഒരു മടക്കും കൂടി, പിന്നെ എക്സ്ട്രാ വരുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. സിമ്പിളല്ലേ? ഇനി ഇതാ ലാസ്റ്റ് മടക്കിയില്ലേ, ആ ഒരു പീസ് ഇതാ നിവർത്തിയിട്ട് ഇതേപോലെ ഒരു പെറ്റൽ ഷേപ്പ് വരച്ചു കൊടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു ഷേപ്പാട്ടോ, അതാ കണ്ടില്ലേ? ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ വരച്ചതിമ്മ കൂടെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഷേപ്പൊക്കെ ആക്കാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് അതൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നിവർത്തി നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ഫ്ലവർ ഷേപ്പിലായിട്ടുണ്ട്. ഇനി അതിൻ്റെ മിഡിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പെറ്റൽസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് ഭാഗം വിട്ടിട്ട് ബാക്കി ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 2 പെറ്റൽ ഞാനവിടെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഒരു പെറ്റൽ ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം, ഒരു ഇതൾ. പിന്നെ അതേപോലെ ഒരു ഇതളും കൂടിയും എൻ്റെ ഹാഫ് ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റാം. അത്ര കേട്ടോ ചെയ്യുന്നത്. കാണിക്കാം കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്യുക. കണ്ടില്ലേ? ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് നമുക്ക് ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോഴല്ലേ നമുക്ക് ആ ഫ്ലവറിൻ്റെ ആ ലുക്ക് കിട്ടുള്ളൂ. പേപ്പർ ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടില്ലല്ലോ. നമുക്ക് ഫ്ലവറിൻ്റെ ആ ലുക്ക് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് വലിക്കേണ്ട കേട്ടോ, പേപ്പർ കയറിപ്പോവേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒട്ടിച്ചെടുക്കാനായിട്ട് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ ആയതുകൊണ്ട് തന്നെ ഏത് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ആ ഒരു ഹാഫ് ഭാഗം കട്ട് ചെയ്തില്ലേ, ആ ഭാഗത്ത് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വെക്കാം. ഇനിതാ നമ്മൾ ബോട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ഞാനിതാ 7-അപ്പിൻ്റെ ബോട്ടിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. താഴെ ഭാഗം മുകൾ ഭാഗം കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിതാ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ഷേപ്പാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇത് മിഡിൽ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. മിഡിൽ ഭാഗം നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ 2 പീസാണ് വേണ്ടത്. ഇനിതാ ഇതിനൊന്ന് ഇതേപോലെ കുറച്ച് താഴെ ഭാഗം വരെ ഒന്ന് ഇതേപോലെ വെട്ടിട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് മാറ്റരുത് കേട്ടോ, വെട്ടിട്ട് കൊടുക്കുക. ചെറിയൊരു ഗ്യാപ്പ് അനുസരിച്ച് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വെട്ടിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളതൊക്കെ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ പീസിനെയും നമ്മളിതാ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പീസും അല്ല കേട്ടോ. ഒരു പീസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, ഒരു പീസ് ചെയ്യേണ്ട, മറ്റേ പീസ് ചെയ്യുക. ഇടവിട്ട് ഇങ്ങനെ താഴെ ഭാഗത്തേക്കാക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? ഇതേപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയുക, അതിൻ്റെ അറ്റത്തൊന്ന് കൈ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് കുട്ടികൾക്ക് പോലെ ആയാലും ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിലും അതും സിമ്പിളാണ്. അപ്പം നമുക്ക് സമയത്തിനനുസരിച്ച് എപ്പോഴാണോ നമ്മൾ ടി വി ഒക്കെ കാണുന്ന ഒരു ടൈമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഇരുന്ന് ചെയ്യൂ കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ കുറച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരുപാട് ഗ്ലൂ ആക്കരുത് കേട്ടോ. ഈ ഒരു ഭാഗം വരുമ്പോൾ എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ഗ്ലൂ ആക്കുമ്പോൾ അത് ഉരുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒട്ടിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത്രത്തോളം മതി എന്നുണ്ടെങ്കിൽ അത്ര വരെ ചെയ്യുക. ഞാനിത് ഒരു ബോട്ടിലും കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലാണ് എടുക്കുന്നത്. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്തല്ലോ
മുകൾ ഭാഗവും അതിൻ്റെ താഴെ മിഡിൽ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതേപോലെ തന്നെ ഈ ബോട്ടിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മിഡിൽ ഭാഗം ഒഴിവാക്കി ബാക്കി 2 പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ താഴത്തെ പീസിനെ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. താഴത്തെ പീസിന് നേരത്തെ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ വെട്ടിട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഓരോ പീസിനെയും താഴെ ഭാഗത്തേക്കാക്കി കൊടുക്കുക. ഇടവിട്ടുള്ള ഓരോ പീസിനെയും താഴെ ഭാഗത്തേക്കാക്കി കൊടുക്കുക. അങ്ങനെ ഇനി ഇതിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂടി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ ഇതേപോലെ മൂടി വരുന്ന ആ ഭാഗം മുകളിലേക്കാക്കിയിട്ട് മറ്റേ ഭാഗം താഴത്തേക്ക് വരുന്ന രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ മൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റേ പീസും കൂടി ഒട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ പീസാക്കിയില്ലേ, ഓരോ പീസിൻ്റെ മുകളിലും ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഫുള്ള് ഗ്യാപ്പില്ലാതെ തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമുക്കിത് ബോട്ടിലാണെന്നൊന്നും ആര് കണ്ടാലും പറയരുത്. ഫുള്ളായിട്ട് ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കുക, അത്രയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇതിലെല്ലാം നമ്മൾ കട്ട് ചെയ്ത എല്ലാ പീസിലും ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ബോട്ടിൽസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും ഫ്ലവർ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ കാണാൻ. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ ഈ ഒരു ഭാഗം മാറ്റി വെച്ചിരുന്നല്ലോ, ആ ഒരു പീസിൻ്റെ ഈ മൂടിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെയ്ത് വെച്ചതിനെ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുക. കണ്ടല്ലോ, നമുക്കൊരു സ്റ്റാൻഡൊക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മൂടിൻ്റെ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതൊന്നും കാണില്ല. പക്ഷേ നമുക്ക് ഒരു ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ താഴെ ഭാഗമൊക്കെ കാണല്ലോ. അപ്പോൾ ആ മൂടിൻ്റെ ഭാഗമൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും കൂടി ഒന്ന് ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്താ പറയുക, മൊത്തത്തിൽ നിങ്ങൾക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഫുള്ളായിട്ട് അങ്ങനെ ഫ്ലവർ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടല്ലോ, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം. ഞാൻ തന്നെ പറയുന്നില്ല, അതൊരു സുഖമില്ലല്ലോ. ഇതിൻ്റെ ലൈൻസും ഡോട്ട്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണുന്നുണ്ടോ? ഞാനിത് ബാക്ക് ക്യാമറയിലാട്ടോ കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ബാക്ക് ക്യാമറയിൽ കാണിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലാട്ടോ ഞാൻ വീഡിയോ എടുക്കാറ്, അതുകൊണ്ടാണ് അത്ര അങ്ങോട്ട് ക്ലിയർ ഇല്ലാത്തത്. പിന്നെന്താ, ഇത്രയും ഫ്ലവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ താഴെ ഭാഗം ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഭയങ്കര ഹാപ്പിയിലാട്ടോ ഞാൻ. ഒറിജിനലിൻ്റെ ആ ലുക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. പെട്ടെന്നൊന്നും എന്താ പറയുക പേപ്പർ ഫ്ലവേഴ്സ് ആണെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ ഇൻഷാ അല്ലാ ഇതേപോലുള്ള വെറൈറ്റി ഐഡിയാസായിട്ട് ഇനിയും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.